ഹലോ എവരി വൺ, പ്രോഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ്വർക്സിനെ പറ്റി അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ ട്യൂട്ടോറിയലിനെ പറ്റി പഠിക്കുന്ന മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിറ്റർ ഫ്ലഞ്ച് എന്ന് പറഞ്ഞ ഒരു ടൂളിനെ പറ്റിയാണ്. ഈ മിറ്റർ ഫ്ലഞ്ച് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമിലർ ടു എഡ്ജ് ഫ്ലഞ്ച് ടൂളാണ്. അതായത് എഡ്ജ് ഫ്ലഞ്ച് ടൂളിന് സിമിലർ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് ഈ മിറ്റർ ഫ്ലഞ്ച് ടൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതും എഡ്ജ് ഫ്ലഞ്ച് ടൂളും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത് കോർണറുകൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് വ്യത്യാസപ്പെടുന്നത്. ഇതിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്കെച്ച് ആദ്യം വരയ്ക്കണം. അതായത് മിറ്റർ ഫ്ലഞ്ച് ടൂൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഫേസിലോ അല്ലെങ്കിൽ പ്ലെയിനിലോ സ്കെച്ച് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന ഒരു തരം ടൂളാണ് മിറ്റർ ഫ്ലഞ്ച് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിക്കളയാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാർട്ട് ഓപ്പൺ ചെയ്യുന്നു. പാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് അതിനകത്തൊരു സ്കെച്ച് ചെയ്യുന്നു. സ്കെച്ച് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഷീറ്റ് മെറ്റലിൽ വന്നിട്ട് ഫ്ലഞ്ച് ടാപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അതിൻ്റെ ഡയമെൻഷൻസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഇത് കൊടുക്കാം. മെറ്റൽ, പോളിഷ്ഡ് സ്റ്റീലുണ്ട്, ക്രോമിയം പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ അപ്പിയറൻസിന് വേണ്ടിയിട്ടൊരു ഇത് കൊടുത്തു. അതിനുശേഷം അതിന് നോർമൽ ടു ആക്കി. അതിനുശേഷം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിൽ ആണ് നമ്മൾ ഈ മിറ്റർ ഫ്ലഞ്ച് ടൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടോട്ട് വരുന്നു. നമുക്ക് ഏതായാലും ഈ ഒരു എഡ്ജിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ നമുക്ക് ആദ്യം സ്കെച്ച് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ഫേസിൽ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ സ്കെച്ച് എന്നുള്ള ഒരു കമാൻഡ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് അതിന് നോർമൽ ടു ആക്കുന്നു. അപ്പോൾ അതിന് നോർമൽ ടു ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഹൈറ്റിൽ ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ഇങ്ങനെ വരുന്നു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ആർക്കായിക്കോട്ടെ. ഓക്കെ, അപ്പം നമ്മളൊരു സ്കെച്ച് വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വരച്ച സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്ജിൽ നിന്ന് മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഈ എഡ്ജിൽ നിന്ന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീച്ചർ വന്നിട്ട് ഈ ഡൗൺ സൈഡിലേക്കായിരിക്കും വരിക. ഈ എഡ്ജിൽ നിന്നാണ് നമ്മൾ താഴേക്ക് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ എഡ്ജിൽ നിന്ന് മുകളിലേക്ക് വരച്ചാൽ എറർ വരാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടായിരിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇത് വരച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. സ്കെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷീറ്റ് മെറ്റലിൽ വരിക. അതിനുശേഷം നമ്മളിവിടെ മിറ്റർ ഫ്ലഞ്ച് ടൂൾ എന്ന് പറഞ്ഞതിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ വരച്ച രീതിയിൽ തന്നെ ഷീറ്റ് മെറ്റൽ കൃത്യമായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വരച്ചത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ ഒരു ഷേപ്പിൽ തന്നെ ഈ ഒരു എഡ്ജിലും വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ എഡിറ്റ് ഫീച്ചേഴ്സിൽ വരിക. എഡിറ്റ് ഫീച്ചേഴ്സിൽ വന്നതിന് ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ആ ഒരു ഫീച്ചർ കൃത്യമായിട്ട് അപ്ലൈ ആകുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് ഡ്രോ ചെയ്തത്. അതുകൊണ്ട് ഈ എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വരണമെന്നില്ല. ഈ ഡ്രോ ചെയ്തതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഡ്ജ് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരും. നമുക്ക് ഈ എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ വരും. ഈ എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ വരാൻ സാധ്യതയില്ല. കണ്ടില്ലേ, തേർഡ് എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ടില്ല. അതേസമയം ഈ എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരുന്നതാണ്. ഇനി ഈ എഡ്ജ് കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും വരും. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക്
കൃത്യമായിട്ടൊരു ഷീറ്റ് മെറ്റലിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് മിറ്റർ ഫ്ലഞ്ച് ടൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മിറ്റർ ഫ്ലഞ്ച് ടൂള് ഉപയോഗിച്ച് നമ്മളൊരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഇതിനെ ഫ്ലാറ്റ് സർഫസിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് എവിടെ ഫ്ലാറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കിടക്കുന്നുണ്ട്. അതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഫ്ലാറ്റൺ സർഫസിലേക്ക് നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മളിതിനെ പേപ്പറിൽ വല്ലതും പ്രിൻ്റ് ചെയ്യുക. പേപ്പറിൽ വല്ലതും പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അതാണ് ഷീറ്റ് മെറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് പഠിപ്പിച്ച മിറ്റർ ഫ്ലഞ്ച് ടൂള് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.